നമസ്കാരം. ഈ ടൈറ്റിലും തമ്പും കാണുമ്പോൾ ചിലരൊക്കെ ഊറിച്ചിരിക്കും. ഷാജന്റെ ദിവാസ്വപ്നം അല്ലെങ്കിൽ ഷാജന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയും. എന്നാൽ എൻ്റെ ആഗ്രഹം അതല്ല. ജനാധിപത്യത്തിൽ ഒരു സർക്കാർ തുടർച്ചയായി ഭരിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴത്തെ മോദി ഭരണം രാജ്യത്തിന് ആവശ്യമായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 5 വർഷം കൂടി എന്തായാലും മോദി ഭരിക്കണം. അതാണ് രാജ്യത്തിന് നല്ലത്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ എക്കാലവും ഒരു പാർട്ടി മാത്രം ഭരിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. സ്വേച്ഛാധിപതികൾ ഉണ്ടാവും. മോദിക്ക് ശേഷം വരാൻ പോകുന്ന ഒരു ഭരണാധികാരി ജനാധിപത്യത്തിന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ സോവിയറ്റ് യൂണിയന്റേതുപോലായി മാറിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെ ആഗ്രഹമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഈ കണക്ക് ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എക്കാലവും ഭരണം BJP തന്നെ ആവാം. കുറഞ്ഞത് 50 വർഷം വരെ അവരുടെ തുടർഭരണം നീണ്ടെന്ന് വരാം. ഞാൻ പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട്, 100 വർഷം കൊണ്ട് വളർന്നു വന്ന RSS എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ് BJP എന്ന്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ അല്ല BJP നയിക്കുന്നത്. നേരെ മറിച്ച് RSSന്റെ അജണ്ടയും പദ്ധതികളുമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം എന്ന നിലയിൽ ഹിന്ദു വിശ്വാസവും പാരമ്പര്യവും സംസ്കൃതിയും നിലനിർത്തിക്കൊണ്ട് അതിൽ അധിഷ്ഠിതമായ ഒരു ഭരണവ്യവസ്ഥ, പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ് RSS വിഭാവന ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം വിഭാവന ചെയ്യുന്നത് പോലെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം വിഭാവന ചെയ്യുന്നത് പോലെ, ഇന്ത്യയിൽ എക്കാലത്തും ഹൈന്ദവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഭരണമാണ് RSSും വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ കൃത്യമായി മോദിയെ തന്നെ തെരഞ്ഞെടുത്തതും ആ പരമ്പര മുമ്പോട്ട് കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നതും. അടുത്ത 25 കൊല്ലത്തേക്കുള്ള പ്രധാനമന്ത്രിമാരെ കുറിച്ച് പോലും RSSന് കൃത്യമായ ധാരണയുണ്ടെന്ന് ഞാനൊരു വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ. 10 ലക്ഷം പേർക്ക് ഒരു MP എന്ന നിലയിലാണ് രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ നിശ്ചയിച്ചത്. ജനസംഖ്യയായിരുന്നു പ്രധാനപ്പെട്ട മാനദണ്ഡം. പാർലമെന്റ് മണ്ഡലങ്ങൾക്ക് അങ്ങനെയാണ് രൂപം കൊടുത്തത്. എന്നാൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ചില ഇളവുകളുണ്ട്. ലക്ഷദ്വീപിന് ഒരു MP അല്ലെങ്കിൽ കിട്ടുകയില്ലല്ലോ. എന്നാൽ അന്നത്തെ ജനസംഖ്യ എത്രയോ വളർന്നിരിക്കുന്നു. പക്ഷേ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പാർലമെന്റ് മണ്ഡലം പുനഃസംഘടിപ്പിച്ചിട്ടില്ല. 1972ലും 2002ലും അതിനുള്ള ശ്രമം നടന്നു. എന്നാൽ അത് മാറ്റിവെക്കപ്പെട്ടു. 2002ൽ അത് 2026 വരെയാണ് മാറ്റിവെച്ചത്. 2026 ശേഷം നടക്കുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ബില്ല് പാസാക്കിയിട്ടുണ്ട്. ഈ ബില്ല് നടപ്പിലാക്കുന്നതും 2026 ശേഷമുള്ള സെൻസസിന്റെയും മണ്ഡല പുനർനിർണയത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. സ്ത്രീ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയവും BJPയുടെയും RSSന്റെയും അജണ്ടയിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും 2021ൽ സെൻസസ് പൂർത്തിയാക്കിയിട്ടും ഇന്ത്യ അത് നടപ്പിലാക്കാത്തത് എന്ന് മാത്രം ചിന്തിക്കുക. കോവിഡ് കാരണം മാറ്റിവെച്ചു എന്നത് സത്യമാണ്. പക്ഷെ പിന്നീട് എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? ബാക്കി എല്ലാ രാജ്യങ്ങളിലും 2021-22 വർഷങ്ങളിൽ സെൻസസ് പൂർത്തിയാക്കി. ഇന്ത്യ അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 2026 വരെ അത് നീണ്ടേക്കുമെന്നാണ്. 2026ലാണ് സെൻസസ് നടക്കുന്നതെങ്കിൽ ആ വർഷമോ അതിന്റെ പിറ്റേ വർഷമോ മണ്ഡല പുനർനിർണയം സാധ്യമാണ്. അതേസമയം 2021ലെ സെൻസസ് ഈ വർഷങ്ങളിൽ നടന്നിരുന്നെങ്കിൽ 2031ലെ സെൻസസിന് ശേഷം മാത്രമേ ഈ പുനർവിഭജനം സാധ്യമാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെൻസസ് നീണ്ടുപോകുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കാരണമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മണ്ഡല പുനർവിഭജനം നടന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 2 സാധ്യതകളാണുള്ളത്. ഇപ്പോഴത്തെ 545 സീറ്റുകൾ നിലനിർത്തുക, അതായത് അത്രയും മതി, അതിൽ കൂടുതൽ വേണ്ട എന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങളെ പുനർവിഭജനം ചെയ്യുക. അപ്പോഴേക്കും ഏതാണ്ട് 140 കോടി ജനങ്ങളുണ്ടാവും. ഈ 140 കോടി ജനങ്ങളെയും ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക. അതാണ് ഒന്നാമത്തെ സാധ്യത. 2, നിലവിലുള്ളതുപോലെ തന്നെ 10 ലക്ഷം പേർക്ക് ഒരു MP എന്ന തരത്തിൽ MPമാരുടെ എണ്ണം കൂട്ടുക. ഇതിൽ ഏത് സംഭവിച്ചാലും നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്കുള്ള മാറ്റമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഒരു കാര്യം കൂടി ഇതിനോടനുബന്ധമായി പറയേണ്ടതുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം. അതുപോലും RSSന്റെയും BJPയുടെയും കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ്. പുതിയ പാർലമെന്റ് മന്ദിരം ലോക്സഭയിൽ 888 പേർക്കും രാജ്യസഭയിൽ 384 പേർക്കും ഇരിക്കാം. ഇതിനർത്ഥം രണ്ടാമത് പറഞ്ഞതുപോലെ
10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന നിലയിൽ പാർലമെന്റിലെ എംപിമാരുടെ എണ്ണം കൂട്ടുമെന്നാണ്. 2024 മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ മണ്ഡല പുനർവിഭജനം ഉറപ്പായി നടക്കും. ആ പുനർവിഭജനം ഏത് തരത്തിലാണെങ്കിലും അത് BJPയെ ദീർഘകാലം അധികാരത്തിൽ നിലനിർത്തും. കാരണം കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ചുള്ള ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ്. ആന്ധ്രയും തെലങ്കാനയും തമിഴ്നാടും കേരളവുമാണ് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കിയത്. ഇവിടെ BJPക്ക് ഇപ്പോഴും യാതൊരുവിധ അടിത്തറയുമില്ല. മണ്ഡല പുനർവിഭജനം നടക്കുന്നതോടെ വടക്കേ ഇന്ത്യയിലെ സീറ്റ് നില വലിയ തോതിൽ വർദ്ധിക്കുകയും തെക്കേ ഇന്ത്യയിലെ സീറ്റ് നില കുറയുകയും ചെയ്യും. 2 സാധ്യതകൾ നമുക്കെടുക്കാം. ഒന്നാമത്തെ സാധ്യത ഇപ്പോഴുള്ള 545 സീറ്റിൽ നിലനിർത്തുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ 20 എംപിമാരുടെ എണ്ണം 12 കുറയുമെന്ന് ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ 39 31 ആന്ധ്രയിലെയും തെലങ്കാനയിലെയും 42 34 കർണാടകയിലെ 28 26 കുറയും. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ മാത്രം നേരിയ കുറവ്, ബാക്കി എല്ലായിടത്തും വലിയ തോതിൽ കുറയും. കേരളത്തിലെ പ്രത്യേകം ശ്രദ്ധിക്കണം, 20 എന്നുള്ളത് 12 എംപിമാരായി കുറയും. അതേസമയം ഇതേ മാനദണ്ഡം പരിശോധിച്ച് നോക്കിയാൽ ഉത്തർപ്രദേശിലെ 80 എന്നത് 91, ബീഹാറിലെ 40 എന്നത് 56, രാജസ്ഥാനിലെ 25 എന്നത് 31, മധ്യപ്രദേശിലെ 29 എന്നത് 33 ഉയരും. അതായത് തെക്കേ ഇന്ത്യയിലെ എംപിമാരുടെ എണ്ണം വല്ലാതെ കുറയുകയും അവർ എല്ലാവരും BJP വിരുദ്ധരായാലും ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. വടക്കേ ഇന്ത്യയിൽ എംപിമാരുടെ എണ്ണം കൂടുന്നു. അവിടെയൊക്കെ BJPക്കാണ് അടിത്തറയും സ്വാധീനവുമുള്ളത്. ഇനി രണ്ടാമത്തെ കണക്ക് കൂടി നോക്കാം. അതായത് ജനസംഖ്യാനുപാതികമായി എംപിമാരുടെ എണ്ണം കൂട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നത്. ഇതോടെ ഒരു കണക്കനുസരിച്ച് മൊത്തം എംപിമാരുടെ എണ്ണം 753 ആവും. 545 753 ആകും. ഏതാണ്ട് 1/3 വർധന. ഇങ്ങനെ എംപിമാരുടെ എണ്ണം കൂടുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ 20 എംപിമാരുടെ എണ്ണം 1 കുറഞ്ഞ് 19 ആകും. 1 കുറഞ്ഞ് 19 ആകും. അതായത് 1/3 വർദ്ധിക്കുമ്പോൾ നമ്മുടെ എംപിമാരുടെ എണ്ണം 1 കുറഞ്ഞ് 19 ആകും. കർണാടകയിൽ 28 36, തെലങ്കാനയിൽ 17 20, ആന്ധ്രാപ്രദേശിൽ 25 28, തമിഴ്നാട്ടിൽ 39 41. ഇതാണ് വർധനവ്. എല്ലായിടത്തും നേരിയ വർധനമുണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിൽ സംഭവിക്കുന്നതോ? ഉത്തർപ്രദേശിലെ 80 128 ആകും, ബീഹാറിലെ 40 70 ആകും, മധ്യപ്രദേശിലെ 29 47 ആവും, മഹാരാഷ്ട്രയിലെ 48 68 ആവും, രാജസ്ഥാനിലെ 25 44 ആകും. അതായത് ഉത്തർപ്രദേശും ബീഹാറും രാജസ്ഥാനും മധ്യപ്രദേശും ഒരുമിച്ച് നിന്നാൽ കേവല ഭൂരിപക്ഷം കിട്ടും. ഇനി ഗുജറാത്ത് അടക്കമുള്ള മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടിയുണ്ടല്ലോ, അവ കൂടി വന്നാൽ ഉറപ്പായും ഭൂരിപക്ഷമാണ്. മഹാരാഷ്ട്ര ഏതാണ്ട് 68 സീറ്റുകളിലേക്ക് വളരുകയാണ്. മഹാരാഷ്ട്ര ഇപ്പോൾ തന്നെ ശിവസേനയെയും NCPയെയും പിളർത്തി ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി പോട്ടെ, ശിവസേനയുമായി എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ വന്നാലോ മഹാരാഷ്ട്രയുടെ എണ്ണം കൂടി കൂടിയാൽ ഒരു കാലത്തും BJPയെ തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. വടക്കേ ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കും. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആകെ വ്യക്തത വരാത്തത് സീറ്റുകളുടെ എണ്ണത്തിലാണ്. ഈ 753 സീറ്റാകും എന്നത് ഊഹാപോഹം. ഇതിനെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഇതിലേത് വന്നാലും കേരളം പിന്നോട്ട് പോകും. കേരളത്തിലെ എംപിമാർക്ക് ഒരു പ്രസക്തിയും ഇല്ലാതാവും. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കേരളവും തെക്കേ ഇന്ത്യയും പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് ചെറിയ കാര്യമല്ല, RSSന്റെ ദീർഘകാല അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നടപ്പിലായാൽ രാജ്യത്തെ BJP ഭരണത്തെ മറികടക്കാൻ മറ്റൊരു പാർട്ടിക്കും ഒരിക്കലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. BJP മാത്രമായിരിക്കും 50 വർഷമെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായതുപോലെ BJP ഇല്ലാതായി അതിൽ നിന്ന് മറ്റു പാർട്ടികൾ ഉണ്ടാവണം. പക്ഷേ BJPയുടെ പിന്നിൽ RSS ആണ്. RSSന് അധികാരമോഹമോ സ്വാർത്ഥതയോ ഇല്ല. അവർക്ക് ഹൈന്ദവ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം മാത്രം മതി. അതുകൊണ്ട് BJPയെ അങ്ങനെ പൂണ്ടുവിളയാടാൻ അവർ വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ RSSന്റെ നേതൃത്വം മാറുകയും RSS ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ആവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. അതൊന്നും വിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നില്ല.